ഇന്ന് നമുക്ക് തേങ്ങക്കൊത്തൊക്കെ വറുത്തിട്ടിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി വെക്കുന്നതിന് നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്, ഒരു വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക, പിന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാനിവിടെ ഒരു 8 വലിയ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് അരച്ചെടുത്തത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, പിന്നെ മുളക് പൊടി. അത് നമ്മുടെ എരിവിനനുസരിച്ചെടുക്കുക. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന മുളക് കാശ്മീരി മുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങക്കൊത്താണ്. ഞാനിവിടെ ഒരു 1/4 മുറി തേങ്ങ കൊത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചിക്കൻ കറിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയിട്ടിട്ട് ആദ്യം നമുക്കൊന്ന് വഴറ്റാം. ഈ സവോളയൊക്കെ മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണം. കാരണം എന്ന് വെച്ചാൽ ഈ ചിക്കൻ കറി നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ട് വയ്ക്കുന്ന ചിക്കൻ കറിയാണിത്. ആ സവോള നന്നായിട്ട് മുരിഞ്ഞില്ലെങ്കിൽ ആ കറിക്ക് ചെറുതായിട്ടൊരു മധുരം വരും. ഈ സവോള നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. സവോളയ്ക്ക് മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിയണം. ആ സവോള നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. നമ്മൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഏറ്റവും ആദ്യം നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഈ മസാലപ്പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ആ നല്ല ജീരകത്തിൻ്റെ പൊടി പിന്നെ നമ്മൾ എണ്ണയിലിട്ട് മുരിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏറ്റവും ആദ്യം നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേണ്ടിയിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ തക്കാളി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തക്കാളി നന്നായിട്ട് പേസ്റ്റ് പോലെ വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഗരം മസാല ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്കിപ്പോൾ ചേർക്കാം. ബാക്കിയുള്ളത് നമുക്ക് ചിക്കൻ നമുക്ക് കറി റെഡി ആയി കഴിയുമ്പോൾ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് നമുക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആ ചിക്കൻ ചൂടായി കഴിയുമ്പോൾ തന്നെ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ചിക്കൻ വേവാൻ ആവശ്യത്തിന് വെള്ളം വരും. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ ചിക്കൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ ചിക്കനിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം.
അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഗരം മസാല കൂടി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങക്കൊത്ത് വറുത്ത് ചേർക്കാം. കറിയുടെ ടേസ്റ്റ് നോക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങക്കൊത്ത് വറുത്ത് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കറി നീക്കി വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് തേങ്ങക്കൊത്ത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങക്കൊത്ത് ചേർക്കാം. ഈ തേങ്ങക്കൊത്ത് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ടുണ്ട്. തേങ്ങക്കൊത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതെടുത്തിട്ട് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ചേർക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.